റെഡ്മി A2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 6300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി A2 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ MediaTekന്റെ Helio G36 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 6300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. പക്ഷേ 6300 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇപ്പം ഈ ഫോണിന് 2 കൊല്ലത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ ഈ ഒരു 2 കൊല്ലത്തെ വാറൻറ്റിയുടേതായ ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം എടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴും അതുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി മിക്ക ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. പക്ഷേ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും പഞ്ചോൾ ഡിസൈനൊന്നും ഇപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഫോണിൽ വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നില്ല. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും 6300 രൂപ പ്രൈസ് റേഞ്ചിൽ അതില്ലാത്തത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.09 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ലെതർ ടെക്സ്ചറിൽ വരുന്ന ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ അക്വാ ബ്ലൂ, ക്ലാസിക് ബ്ലാക്ക്, അതുപോലെ തന്നെ സീ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഫോണുകൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 2GB റാമും 32GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 2GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 4GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും eMMC സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള Go Edition സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. Go Edition എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് കൊടുക്കാറ്. അതാണ് ഈ ഒരു Go Edition. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു QVGA ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും അത് നമ്മൾ വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2GB റാം 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 6299 രൂപയാണ്. അതുപോലെ തന്നെ 2GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 6799 രൂപയാണ്. പിന്നെ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. മെയ് 23 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ തന്നെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ICICIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി A2 എന്ന ഫോണിൽ 6300 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. ബാക്കി തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം.
എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി A2 എന്ന ഫോൺ വലിയ തിരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.